എം വിജിൻ എം.എൽ.എയോട് കണ്ണൂർ എസ്.ഐ നടത്തിയ തെറ്റായ പെരുമാറ്റമാണെന്ന് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. വിജിൻ സൗമ്യനായ വ്യക്തിയാണ്. പോലീസ് കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തി. വീഴ്ച മറയ്ക്കാൻ പോലീസ് പ്രകോപനമുണ്ടാക്കിയെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. സിവിൽ സ്റ്റേഷനിൽ എം വിജിൻ എം.എൽ.എയും ടൗൺ എസ്.ഐയും തമ്മിൽ നടന്ന വാക്കേറ്റ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി എം.എൽ.എ രംഗത്തെത്തിയിരുന്നു. പ്രകോപനമുണ്ടാക്കിയത് എസ്.ഐ ആണെന്നും പോലീസ് സേനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണെന്നും എം.എൽ.എ കുറ്റപ്പെടുത്തി. സിനിമാ സ്റ്റൈലിൽ ഭീഷണി സ്വരത്തിൽ പെരുമാറിയപ്പോഴാണ് പ്രതികരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥ തന്റെ പേര് ചോദിച്ചതല്ല പ്രശ്നമെന്നും എം.എൽ.എ പറഞ്ഞു. പ്രതിഷേധ മാർച്ചുമായി കളക്ടറേറ്റ് വളപ്പിൽ കയറിയ നഴ്സുമാർക്കും ഉദ്ഘാടകനായ എം.എൽ.എക്കുമെതിരെ കേസെടുക്കുമെന്ന് എസ്.ഐ പറഞ്ഞതാണ് പ്രകോപനമുണ്ടായത്. എം വിജിൻ എം.എൽ.എയോട് കണ്ണൂർ എസ്.ഐ നടത്തിയത് തെറ്റായ പെരുമാറ്റമാണെന്ന് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ പറഞ്ഞു. വിജിൻ സൗമ്യനായ വ്യക്തിയാണ്. പോലീസ് കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തി. ഇത് മറയ്ക്കാനാണ് പോലീസ് പ്രകോപനമുണ്ടാക്കിയതെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്നലെ വിജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് പോലീസ് എടുത്തത്. അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. എന്ന് മാത്രമല്ല, വിജിനെപ്പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്നൊരു എം.എൽ.എ ആണ്. അത് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കെടുത്ത് നിൽക്കുമ്പോൾ പോയി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ പേര്? എത്ര പരിഹാസമാണത്! വിജിനെപ്പോലെയുള്ളൊരു എം.എൽ.എ എത്രമാത്രം പരിഹാസപ്പെടുത്തുകയാണ്. കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷന്റെ മാർച്ചിൽ ഉദ്ഘാടകനായിരുന്നു എം.എൽ.എ. ഉച്ചയ്ക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് എത്തിയപ്പോൾ തടയാൻ പോലീസ് ഉണ്ടായില്ല. തുറന്ന ഗേറ്റിലൂടെ സമരക്കാർ അകത്തു കയറി. കലക്ടറേറ്റ് വളപ്പിലായിരുന്നു ഉദ്ഘാടനം. എസ്.ഐയും സംഘവും ഈ സമയം അവിടെ എത്തി. അകത്തു കയറിയവർക്കെതിരെയെല്ലാം കേസെടുക്കുമെന്ന് പറഞ്ഞതോടെയാണ് വാക്കേറ്റമുണ്ടായത്. ഈ സമയം കേസെടുക്കുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥ എം.എൽ.എയുടെ അടുത്തെത്തി പേര് ചോദിച്ചു. ഇതും പ്രകോപനമായി. എസ്.ഐ മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെന്നും എം.എൽ.എ ആരോപിച്ചു. വാക്കേറ്റത്തിന് പിന്നാലെ സമരക്കാരും മടങ്ങി. എസ്.ഐക്കെതിരെ കമ്മീഷണർക്ക് എം.എൽ.എ പരാതി നൽകി. സുരക്ഷാ വീഴ്ചയിലും വാക്കേറ്റത്തിലും ടൗൺ സി.ഐയോട് കമ്മീഷണർ വിശദീകരണം തേടിയിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ.